2 ദിവസമായിട്ട് നമ്മളേറെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ കാരണം എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞു പോയത്. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഉറങ്ങാൻ കിടന്നവർ പിന്നെ ഉണർന്നിട്ടില്ല. ഇനിയും എത്രയോ പേരെ കണ്ടുപിടിക്കാനുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുകയും ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമാണ്. അതല്ലാതെ അവിടെ എന്തു പറ്റി എങ്ങനെയാണെന്നറിയാൻ വേണ്ടി നേരിട്ട് പോയി ആ രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമ്മൾ നിൽക്കരുത്. നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായമായിരിക്കും ഇപ്പോൾ അവർക്ക് വലുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളും ചിന്തിക്കത്തുള്ളൂ അതിനെന്താണ് മുന്നോട്ടുള്ള പ്രതിവിധി, അല്ലെങ്കിൽ ഇനി എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. ഇനിയെങ്കിലും നമ്മൾ ഇനി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ഇനിയൊരു ഉരുൾപൊട്ടൽ അതല്ലെങ്കിൽ ഇത്രയും ആളപായം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തായാലും മുൻകൈ എടുത്തേ പറ്റൂ. നമ്മളും നമ്മുടെ സർക്കാരും മുന്നോട്ടിറങ്ങി ഇനി ഇങ്ങനൊരു ദുരിതം ഉണ്ടാവരുത് എന്ന് മുൻകൈ എടുത്ത് തന്നെ, അല്ലാതെ ഇനിയൊരു ഉരുൾപൊട്ടലെന്നല്ല, ഇനിയുള്ള ഒരു മഹാമാരിയും വലുതായിട്ട് നമ്മളെ ഏൽക്കാത്ത രീതിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചർച്ച ചെയ്ത് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഉറങ്ങിക്കിടന്നവർ ഇന്നിനി ഇല്ല ഈ ലോകത്ത്. ആ ഒരു തിരിച്ചറിവാണ് നമുക്കിനി വേണ്ടുന്നത്. ഇന്ന് അവർ നാളെ നമ്മളാവാതെ അതിനി ഉണ്ടാവാതിരിക്കട്ടെ.